ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്താണ് അവരുടെ കറണ്ട് ഫീലിങ്സ്? ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, പേജ് ഓഫ് കപ്പ്. ഓക്കെ, അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്പാണ്. നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവർ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്നേഹമാണ്. ഈസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരുപാട് സ്നേഹം അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ വിവാഹ ഫോട്ടോസും മറ്റും അവർ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിലാകുമെന്ന് പറഞ്ഞ വ്യക്തികളാണെങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ പരസ്പരം പങ്കുവച്ച ഓർമ്മകൾ അവർ ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു ജഡ്ജിമെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ചില കാർമിക് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത്. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? അവർ ഇപ്പോൾ ആരോടൊപ്പമാണോ അവരോട് നല്ല രീതിയിൽ ആർഗ്യുമെൻ്റ് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളെ ചതിച്ചുകൊണ്ട് അവർക്ക് എവിടെ പോയിരുന്നാലും സമാധാനമില്ലാത്തൊരവസ്ഥയാണ്. ആരെ വിശ്വസിച്ചാണോ അവർ ഇറങ്ങിപ്പോയത് അവരുമായിട്ട് നല്ല രീതിയിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് യാതൊരു വാല്യൂവും തേർഡ് പാർട്ടി നൽകുന്നതായി കാണുന്നില്ല. നിങ്ങളെക്കാളും ബെറ്ററായിട്ട് കണ്ടിരുന്ന ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് യാതൊരു വാല്യൂവും തേർഡ് പാർട്ടി നൽകുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്, റീയൂണിയന് സാധ്യതയുണ്ടോ? രണ്ട് സിറ്റുവേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ജഗ്ലിംഗ് സിറ്റുവേഷനാണ് കാണുന്നത്. സ്റ്റക്കാണ്. ഇപ്പോൾ അവർ തീരുമാനമെടുക്കുവാൻ തയ്യാറാകുന്നില്ല. കാരണം നിങ്ങൾ ചില കള്ളത്തരങ്ങൾ പിടിച്ചതുകൊണ്ട് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ സാധിക്കുന്നില്ല. അവിടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് നല്ല രീതിയിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നതുമുണ്ട്. ഓക്കെ, അത് എന്ത് തന്നെ ആകാം, ഫാമിലി ആകാം, അല്ലെങ്കിൽ പാരൻസ് ആകാം, ആരും ആകാം തേർഡ് പാർട്ടി. ഓക്കെ, ഇപ്പോൾ അവർ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സ്റ്റക്ക് സിറ്റുവേഷനിൽ തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ്? ഒരു ന്യൂ ബിഗിനിങ്ങിന് അവർ തയ്യാറാണ് എന്നുള്ളൊരു മെസ്സേജാണ് അവർ നിങ്ങൾക്ക് അയക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.